രണ്ടാമത്തെ യോഗസൂത്രം യോഗ ചിത്തവൃത്തി നിരോധ. എന്താണ് യോഗ ചിത്തവൃത്തി നിരോധ? ചിത്തവൃത്തി എന്ന് പറയുമ്പോൾ ചിത്തം മനസ്സാണ്, വൃത്തി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ചിന്തകളാണ്. അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നല്ല അർത്ഥം. നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മരണമാണ് ഉദ്ദേശിക്കുന്നത്. ചിത്തവൃത്തി ഇല്ലാതാകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് മരണമായി മാറി. ഇവിടെ മരണമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തവൃത്തികളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റണം. അതാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. ഈശ്വരനിലേക്കുള്ള ഒരു വഴിയാണ് നമ്മൾ ഈ ആത്മാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. ആ ഈശ്വരനിലേക്കുള്ള ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മളുടെ മനസ്സിന്റെ കാട് കയറിയ ചിന്തകളാണ്. അപ്പൊ ആ ചിന്തകളെ നമ്മൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റണം. അതിനുള്ള വഴിയാണ് യോഗാഭ്യാസം എന്നാണ് ഈ രണ്ടാമത്തെ സൂത്രമായിട്ടുള്ള യോഗ ചിത്തവൃത്തി നിരോധ എന്നതിലൂടെ പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കാം. മനസ്സിന്റെ കാട് കയറിയ ചിന്തകളെ കൺട്രോൾ ചെയ്തിട്ട് ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി സുഗമമാക്കി തീർക്കാനുള്ള മാർഗം, അതാണ് യോഗ.